ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യക്കുട്ടനും കോഴികളുമായിട്ടുള്ള ഒരു കൊച്ചു വിശേഷമാണ് ഉള്ളത്. അവൻ ഈ ആദ്യമോനെന്ന് വെച്ചാൽ ഈ കോഴിക്കൂട് തുറന്ന് കിടക്കണം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടിക്കയറും എൻ്റെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഈ കോഴികളുമായിട്ട് കണ്ടെന്ന് ഇങ്ങനെ കോഴികൾ അവൻ്റെ പുറകെ നടക്കും, അവൻ കോഴികളുടെ പുറകെയും നടക്കും. അവന് ഭയങ്കര ഇഷ്ടം ഈ കോഴികളാണ്. കോഴികളെ മാത്രമല്ല, അവന് പൂച്ചേന, കോഴീന, താറാവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചില സമയത്ത് മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ചില സമയം നോക്കുമ്പോൾ കാണില്ല. പിന്നെ നോക്കി വരുമ്പോൾ ഇതിൻ്റെ കോഴിക്കൂടിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ കോഴികളുമായിട്ട് നടന്ന് കളിക്കണം. കോഴികൾക്കും അവനെ പേടിയില്ല, അവനും കോഴികളെ പേടിയില്ല. കോഴികൾ നടന്ന് ഇത്ര വന്ന് കൊത്താൻ വന്നാലും അവനും ഒരു പേടിയില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുങ്ങളൊക്കെ ആയിട്ട് നടക്കണത്. അപ്പോൾ ഒരു മുട്ടയും കൈ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപ്പ് നടക്കണത്. അപ്പോൾ കൂട്ടി കയറിയപ്പോൾ ഒരു മുട്ട കിട്ടി. അപ്പോൾ അതും വെച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ നടക്കുവാണ്. അത് ഇനി കോഴീനെ പിടിക്കാനുള്ള ശ്രമം കൊണ്ടാണിത്. പുന്നാരിക്കനാണ് കോഴീനെ കാണുന്നത്. അപ്പോൾ കോഴീനെ പുന്നാരിച്ച് കൊണ്ട് നടക്കുക. ഭയങ്കര ഇഷ്ടമാണ് ഇതിനോടൊക്കെ ഒന്ന് ഇതൊക്കെ ഫുഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊക്കെ. അപ്പോൾ അതിന് പുറത്ത് കിടക്കണ കോഴീനെയൊക്കെ ഓടിച്ചോടിച്ച് കളിക്കലേ അടുത്ത പരിപാടി. പിന്നെ കോഴിക്കൂട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ മിക്കപ്പോഴും നോക്കുമ്പോൾ ആളെ കാണൂല. മുറ്റത്ത് ചേർത്തിക്കഴിഞ്ഞാൽ ആളെ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ കോഴിക്കൂട്ടിൻ്റെ അകത്താണ്. ഇപ്പോൾ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം പേക്ക് കുളമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒറ്റയ്ക്ക് നിർത്താൻ ഭയങ്കര പേടിയാണ്. നമ്മൾ വാതിൽ തുറന്നിട്ട് തന്നെ ഓടി പുറത്തേക്ക് പോകും. ഓടി പുറത്തേക്ക് പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയി കോഴി ഇങ്ങനെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയോട് അവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ കോഴീൻ്റെ കൂടെ പോകും. അതൊക്കെയാണ് ഇവൻ്റെ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് മുയലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ അവൻ്റെ മുയൽ നോക്കിയിട്ട് എന്നെ കാണുന്നില്ല. അപ്പോൾ ഇനി ഇവിടെ കോഴി നിൽപ്പുണ്ട്, അതിനായിട്ട് ഓടിക്കണമെന്ന് കാണുന്നത്. അപ്പോൾ കോഴീനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുട്ട കയ്യിൽ നിന്ന് തരത്തേയില്ല. ഞാൻ ഇനി എന്തൊക്കെ ചെയ്താണ് ഞാൻ മുട്ട മേടിച്ചില്ല. അപ്പോൾ ഒന്നെങ്കിൽ താഴ്ത്തിട്ട് പൊട്ടിക്കും, അല്ലാതെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ മേടിച്ച് കൊടുക്കുമെന്ന് അറിയില്ല. കുറേ നേരം ഞാൻ മുട്ടയും കൊണ്ട് നടക്കും. ചിലപ്പോൾ നല്ല സ്വഭാവമാണെങ്കിൽ തരും. അപ്പോൾ കോഴി അവൻ പോകുന്ന പുറകെ കോഴിയും താറാവും എല്ലാം കൂടി അവൻ്റെ പുറകെ പോന്നു. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഒരു രസകരമാണ് കോഴികളായിട്ട് നടക്കാൻ. അവനും ഒരു സന്തോഷം, നമുക്ക് കാണുന്നവർക്കും ഒരു സന്തോഷം. കുറേ നേരം ഇതിനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, കണ്ട് നിൽക്കാൻ കുറേ നല്ല രസകരമായ സംഭവങ്ങൾ തന്നെയുണ്ട് ഇതൊക്കെ. വീണ്ടും അവൻ കോഴികളുടെ പുറകെ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കുഞ്ഞ് തണ്ണിമത്തങ്ങ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, നല്ല കുഞ്ഞ് തൈയാണ്, വലിയ ആരോഗ്യമുള്ള തൈയൊന്നുമല്ല. ഇതത്രേ ഉള്ളൂ ഈ തൈ. പക്ഷെ കുഞ്ഞ് തണ്ണിമത്തങ്ങ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഇത് ഇന്നത്തെ വീഡിയോയിലാട്ടോ, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഈ പൂച്ചക്കുഞ്ഞ് ഈ പൂച്ച, അതായത് ഈ കളറിലെ പൂച്ചയില്ല, അത് നമ്മുടെ വീട്ടിലുള്ള പൂച്ചയല്ല, നമ്മുടെ അടുത്തെവിടെ വീട്ടിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടെന്ന് വെച്ച പൂച്ചയാണ്. പക്ഷെ ആ പൂച്ച ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നില്ല. അവർ ആദ്യം വന്ന് എടുത്തുകൊണ്ടൊക്കെ പോയി, അവർ ഒന്ന് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ടും ഇവൻ പോകുന്നില്ല, വീണ്ടും അവൻ ഇങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഭയങ്കര പിണക്കം. അയാൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പിണക്കമാണ്. അയാൾ ഈ പൂച്ച വന്നു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഭക്ഷണം കഴിക്കില്ല, മാറിയിരുന്നുകളെ, പിണങ്ങിയതുപോലെ ഇരുന്നുകളെ. അപ്പോൾ തല്ലു കണ്ട് വേണ്ട പോകുന്ന തട്ടി മാറ്റേണ്ട. നല്ല രസമാണ്. ഇത് നിങ്ങളുടെ കൂടെ കുറേ നേരം നമുക്ക് നോക്കിക്കെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ നൗഫിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ നൗഫ് പൂച്ചേൻ്റെ അടുത്ത് കുറച്ച് നേരം പുന്നാരിക്കാനൊക്കെ എടുത്താണ് കേട്ടോ. അതൊക്കെ നോക്കിയേ നല്ല രസമാണ്. ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ പുള്ളി അനങ്ങാതെയൊക്കെ ഇങ്ങനെ തലോടി ഇപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ടായി. നമ്മൾ ഈ പൂച്ചക്ക് ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രൈസ് അടിച്ച ആളെ, നമുക്ക് വിന്നറായിട്ട് തിരഞ്ഞെടുത്ത ആളെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ഇതുവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. 2 ദിവസമായി, ഒരു റിപ്ലൈയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ സഹിതം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആര് വിളിക്കുന്നോ അവർക്ക് നമ്മൾ നൽകുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കയ്യിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല. നിങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഒഴിവാക്കുന്നതല്ല. നമ്മളിത് അനൗൺസ് ചെയ്തു പോയി നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് കൊടുത്തേക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞൊരു പൂച്ചേനെ പിന്നെയും നമ്മൾ കൊടുക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മൾ പറഞ്ഞു പോയതല്ലേ, എന്നിട്ട് പിന്നെയും
നമുക്കത് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ, എന്നിട്ട് നമ്മൾ ആർക്കും കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണം. അല്ലാണ്ട് പൂച്ചേനെ ഒഴിവാക്കി കളയാനുള്ള ധൃതി കൊണ്ടൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആ പൂച്ചേനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശല്യവും ഇല്ല. പാവം പൂച്ചയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആ പൂച്ചയായിട്ടുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. ആള് നമ്മളടുത്ത് ഒന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ എല്ലാവരെയും നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴല്ലേ നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലവും ഇല്ല. പാവം പൂച്ചാണ് കേട്ടോ. അപ്പോൾ അതാ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബിസ്ക്കറ്റാണ് അവന് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ചോറൊക്കെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അതാ ഇവൻ വീണ്ടും നമ്മുടെ അകത്ത് കയറി ചിലപ്പോൾ നമ്മുടെ സാധനമൊക്കെ കട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതേ പുറത്തേക്ക് പോകണം. എന്നിട്ട് ഇതേ ഇവിടെ വന്ന് സിറ്റൗട്ടിൽ വന്നിരിക്കുവാണ്. ഇയാൾക്ക് ചില സമയത്ത് നമ്മൾ ഭക്ഷണം വിശന്നിരിക്കുമ്പോൾ വന്ന് അടുക്കളയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഇവർ 2-3 പ്രാവശ്യം അവർ വീട്ടുകാരെടുത്തുകൊണ്ട് പോയതാണ് ഇയാളെ. പക്ഷേ ഇയാൾക്ക് അയാളുടെ വീട്ടിൽ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ വീടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതാ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുവാണ്. അതൊരു ഭയങ്കര ഇഷ്ടമാണ് ഇതിനാ. അപ്പോൾ അതായത് നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. സന്ധ്യയായി. ഇനി സന്ധ്യയായിട്ട് കുറച്ച് നമ്മുടെ ഈ കോഴികളെയൊക്കെ കയറ്റണം. അപ്പോൾ ഇതാ ഇയാളിവിടെ തന്നെ ഉണ്ട്. ഇയാളിവിടെ കെട്ടിയിട്ടേക്കണ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇയാൾ ഓടിക്കളയും. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല ഇയാളവിടെ ഇട്ടേക്കണത്. അയാളെ ഇടയ്ക്ക് നമ്മൾ ഫ്രീ ആക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ സന്ധ്യ കൊണ്ട് ഇങ്ങനെ ഇട്ടാണ് അയാൾ വേറെ കൂട്ടിലേക്ക് മാറ്റും. രാത്രിയാവുമ്പോൾ വേറെ കൂട്ടിലാണ് കേട്ടോ പൂച്ചനെ ഇടുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ കോഴികളെല്ലാവരും കയറിയിരിപ്പുണ്ട്. എന്താ ഇവിടെയാണ് കോഴികളെല്ലാം നമ്മുടെ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്നെ കണ്ടുകൊണ്ട് എല്ലാം ചാടിപ്പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇനി ചാടിപ്പുറത്തേക്ക് ഇറങ്ങിക്കാൻ എനിക്ക് ഓടിച്ച് കയറ്റാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഓടിച്ചൊന്നും കയറ്റണ്ട, തന്നെ കയറിക്കോളും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ കൊണ്ട് എല്ലുമ്പോൾ എല്ലാം കൂടി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങാം. കോഴീനെയൊക്കെ പൂട്ടിയിട്ട് പിന്നെ ഇതാ എത്ര വലിയ കൂടുതൽ സൗകര്യം ഉണ്ടെങ്കിലും ദീവർക്ക് 4 പേര് ഈ മരത്തിൻ്റെ പൊക്കത്തേ ഇരിക്കണമെന്ന് വാശിയാണ്. ഇത്രയും വലിയ കൂടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒരു മഴയും കൊള്ളൂല, ഒന്നും കൊള്ളൂല. പക്ഷേ ഇവർക്ക് ഇവിടെ ഇരുന്നാലേ പറ്റുള്ളൂ. എങ്കിൽ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് അടുത്ത വീട്ടിൽ കാണുന്നവരെ